അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാതാപിതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോളാണ് ഫൈഹ. ഇവരുടെ കുടുംബത്തിൻ്റെ ഏറ്റവും കൺകുളിർമയും സന്തോഷമാണ് ഫൈഹ. ഉമ്മയെ തൊക്കിപ്പിടിച്ച് കിടന്നുറങ്ങിയ പൊന്നുമോൾ പിന്നെ കണ്ടത് സുബ്ഹാനല്ലാഹ് ആ കുടുംബത്തെ വേദനിപ്പിക്കുന്ന, കാരണം അവർ രാവിലെ എഴുന്നേറ്റ് ഒന്നിച്ച് ഇമാം ജമാഅത്തായി ഒക്കെ നിസ്കരിച്ചു. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. പൊന്നുമോൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പ്രിയപ്പെട്ട വാപ്പയുണ്ട്. അപ്പാക്ക് മോളെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവൻ തുല്യാണ്. മോൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന വാപ്പ, സ്നേഹം നൽകുന്ന ഉമ്മ, വാപ്പയോട് സ്നേഹത്തോട് സംസാരിച്ച് ഉമ്മയോട് വളരെ സ്നേഹത്തോടും, തനിക്കൊരു ജ്യേഷ്ഠത്തിയുണ്ട്, ജ്യേഷ്ഠത്തിയോട് സ്നേഹത്തോട് സംസാരിച്ച ഫൈഹ പിന്നെ കണ്ടത് ജീവൻ ഒടുക്കിയ നിലയിലാണ്. സുബ്ഹാനല്ലാഹ്, ഇതാ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി എന്നെ തൊക്കിപ്പിടിച്ച് എന്നോട് ഒരുപാട് സ്നേഹവാക്കുകൾ പറഞ്ഞു. വാപ്പാ, ഞാനെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ അനുസരിച്ചോളാന്ന് പറഞ്ഞ് ഉമ്മയോടും സ്നേഹത്തോടും കരുണയോടും സംസാരിച്ച മോള് രാവിലെ എന്ത് സംഭവിച്ചു? ചില സെക്കൻഡുകളെ കൊണ്ട് ഒരു മനുഷ്യൻ എന്തൊക്കെയായി മാറുന്നു. നല്ല മിടുക്കിയായ സുന്ദരി കുട്ടിയാണ് ഫൈഹ. സുബ്ഹാനല്ലാഹ്, ഇനി ഓർമ്മ മാത്രമാണ്. ഫൈഹാൻ ഇങ്ങനെ ജീവനൊടുക്കിയ നിലയിൽ കാണുമ്പോൾ ആ മാതാപിതാക്കൾ വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. യാ അല്ലാഹ്, ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഇതിൻ്റെ പിന്നിലുണ്ടായ കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനേക്കാൾ എല്ലാത്തിനേക്കാൾ ഏറ്റവും വലുത് ജീവനാണ് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ജീവനോട് വെള്ളുന്ന മറ്റൊന്നുമില്ല. ജീവനാണ് എല്ലാത്തിനേക്കാൾ വലുത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്. ഈ മോള് പ്രശ്നം ജീവനേക്കാൾ വലുതാണെന്ന് വിചാരിച്ച് തൻ്റെ ജീവനില്ലാതെ. വാപ്പ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. വാപ്പ വിളിച്ച് തൻ്റെ ആഗ്രഹം പറഞ്ഞു. വാപ്പ പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. പിന്നെ പറഞ്ഞു, മോളെ ശ്രദ്ധിക്കണം, നിൻ്റെ ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിച്ചത് അറിയാമല്ലോ. ഇതേപോലെയാണ് അവൾ ആദ്യം പറഞ്ഞത്, പ്രണയം പലതുമെന്ന്. പക്ഷേ നിൻ്റെ ജ്യേഷ്ഠത്തി ഇപ്പോൾ ഒരുപാട് വേദനകൾ അവൻ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം അവളുടെ തീരുമാനമാണ്. അതുകൊണ്ട് മോൾ അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും പോകരുത്. മോൾക്ക് വാപ്പ നല്ലൊരു ഇണയെ തേടി ആ സമയമാകുമ്പോൾ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ നാട്ടിലേക്ക് വന്ന് ഈ പ്രശ്നത്തൊന്ന് പരിഹരിച്ച് കാണണമല്ലോ. അപ്പോൾ മോൾ പറയുന്ന ആ ചെറുപ്പക്കാരനുമായി കാണാൻ വേണ്ടി പോയി. ചെറുപ്പക്കാരൻ്റെ വാപ്പയോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാപ്പ പറഞ്ഞത്, നിങ്ങളുടെ മകൾ ശല്യക്കാരിയാണ്, അവൾ എൻ്റെ മകൻ്റെ കൂടെ പിന്നാലെ നടക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ പരിഹാരം കണ്ടെത്തണം. മകനോട് ചോദിച്ചവനും പറഞ്ഞത് അങ്ങനെയാണ്. മോളോട് പറഞ്ഞു, മോളെ ഇതാ തുടക്കത്തിൽ തന്നെ ഇത് ഒടുങ്ങാൻ പോവുകയാണ്. അവനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നും നീയാണ് അവനെ കൂടുതൽ അങ്ങോട്ട് പ്രലോഭിക്കുന്നതുമെന്നും നീയാണ് അങ്ങോട്ട് കൂടുതൽ അവനോട് ഇണങ്ങുന്നതെന്നും ആണ് അവനും പറഞ്ഞത്, അവൻ്റെ ഉപ്പയും പറഞ്ഞത്. നോക്കിയത് മുന്നോട്ട് പോയാൽ എത്രത്തോളം ഗുരുതരമായ പ്രശ്നത്തിലേക്ക് എത്തിക്കും. ഇത് കേട്ടപ്പോൾ സങ്കടമായ ആ പെൺകുട്ടി അങ്ങോട്ട് വിളിച്ചപ്പോൾ എടുത്തത് വാപ്പയാണ്. വാപ്പ മുറിഞ്ഞ വാക്കുകളോട് കൂടി അവളോട് സംസാരിച്ചു. നിങ്ങളെ മകനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു, വാപ്പാക്ക് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം എനിക്കും ഇഷ്ടമല്ല എന്ന രീതിയിൽ അവനും സംസാരിച്ചു. അവളെ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമുക്ക് വേണ്ട ഈ ജീവിതം. അങ്ങനെ വാപ്പയെ തൊക്കിപ്പിടിച്ച് പറഞ്ഞില്ല, വാപ്പ എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ മതി.
ഉമ്മ മതി എന്നിങ്ങനെ ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷമായ കുടുംബത്തിന് ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഈ പ്രണയം ഇത് വലിയ അപകടത്തിലാണ്. കാരണം ആദ്യം ഇങ്ങനൊരു അനുഭവം അവർ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠത്തിക്ക് വിളിച്ചു, അവളോടും പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനൊരു ജീവിതം വേണ്ട, തിരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വലിയ സന്തോഷമായി. അനുജത്തിൻ്റെ വാക്കും മകളുടെ വാക്കും മാതാപിതാക്കൾക്കൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ സുബഹിക്ക് അവർ എഴുന്നേറ്റു. വാപ്പ ഉമ്മയെ തൊക്കി പിടിച്ചുകൊണ്ട് അവൾ കിടന്നുറങ്ങി. ഉമ്മയോട് പ്രത്യേകമായ സ്നേഹം കാണിച്ചുകൊണ്ടാണെന്ന് അവർ കിടന്നുറങ്ങുന്നത്. ഉമ്മയമാരോട് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി. പൊന്നുമോ സുബഹിക്ക് എല്ലാവരും എഴുന്നേറ്റു. ജമാഅത്തായിക്കൊണ്ട് തന്നെ സുബഹി നമസ്കരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് മകൾ ജീവൻ ഒടുക്കിയ നിലക്കാണ് ആ മാതാപിതാക്കൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതെന്താ കാരണം? അവൻ പറഞ്ഞ ആ ഒറ്റ വാക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മനസ്സിനിങ്ങനെ അലട്ടി ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് മനസ്സിന് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്കായി. അതോടുകൂടി എല്ലാം തീർന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനൊടുക്കുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായാണ് ചില പെൺകുട്ടികൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതൊക്കെ. ചെറുപ്പക്കാർ അവരുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട്. പെൺകുട്ടികൾ കൃത്യമായി മനസ്സിലാക്കുകയും ഇല്ല. അതാണ് കാര്യം. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണം? ഈ ഹറാമിലൂടെ നാം ചെയ്യുന്ന പല ബന്ധങ്ങളും അതിൻ്റെ ഒടുക്കം ഈമാൻ നഷ്ടപ്പെടലാണ്. ആ പൊന്മോൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സ്കൂളിലും കോളേജിലും പോകുന്ന പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതിലൊരിക്കലും ബർക്കത്തുണ്ടാവില്ല. നിങ്ങൾ വിവാഹം കഴിച്ചാലും നന്നായി ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കും. അത് വെറുതെ അങ്ങനെ ഒരു വിചാരണം മാത്രമാണ്. കുറച്ച് ദിവസം ഉണ്ടാവത്രേ ഉള്ളൂ. പിന്നെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഓരോ വിഷയങ്ങൾ സംസാരവുമായി അവസാനം അത് പിരിഞ്ഞ് ഇവിടേക്ക് എത്തുന്നു. കാരണം അള്ളാഹ്ക്ക് അതിനോട് വലിയ തൃപ്തിയില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്ത ഒരു ബന്ധം തീർച്ചയായും അപകടത്തിലേക്ക് ചെന്നെത്തുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കി. നമുക്ക് അവസാനം ആ ചെറുപ്പക്കാരനെ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവരെങ്ങനെ സംസാരിക്കുന്ന അറിയില്ല. നിങ്ങളങ്ങ് ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മുറിയുന്ന വാക്ക് ഒരു പ്രാവശ്യം അവർ പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ കഥ കഴിയും. അത്രയേ ഉള്ളൂ. ആ ഒടുക്കത്തെ സ്നേഹം അത് അപകടത്തിൽ. മുത്തായ ഹബീബ് അങ്ങനെ പറഞ്ഞത്. ഒരാളെ കൂടുതലായി സ്നേഹിക്കാൻ പാടില്ല, കൂടുതലായി വെറുക്കാനും പാടില്ല. ചിലപ്പോൾ ആ വെറുത്ത ആൾ നമ്മുടെ സ്നേഹിതനാകാനും സാധ്യതയുണ്ട്. കൂടുതൽ സ്നേഹിച്ച ആൾ നമ്മുടെ ശത്രുവാകാൻ സാധ്യതയുണ്ട്. ഏത് നിമിഷത്തിൽ മനുഷ്യൻ എങ്ങനെ മാറുമെന്നറിയില്ലല്ലോ. ഖല്ലിബുൽ ഖുലൂബ്, അവരുടെ ഹൃദയം മാറിക്കൊണ്ടേയിരിക്കും. കൽബാണ്. കൽബ് എന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇത്തരത്തിലുള്ള പ്രണയത്തിൽ ചൊല്ലുക. അവസാനം എന്തെങ്കിലും സങ്കടകരമായ ചെറിയ പെട്ടെന്ന് ഒരു ഫോൺ ബ്ലോക്ക് ചെയ്താൽ മതി, തീർന്നു. രണ്ടാമത് വിളിക്കുമ്പോൾ മരണമാണ്. ക്ഷമയില്ലാത്ത ജീവിതം. ഹറാമിലൂടെ നാം പല ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അവസാനം ഈമാൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് അള്ളാഹ് നമ്മെ ചെന്നെത്തിപ്പിക്കുന്നത് എന്നതിന് ഇത് വലിയ ഉദാഹരണങ്ങളാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തിരഞ്ഞെടുത്ത് തരുന്ന നല്ല ഒരു വരനെ നോക്കി വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അള്ളാഹുവാണ് നൽകുന്നത്. അതിന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. സ്നേഹമുള്ള, കരുണയുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ അള്ളാഹു തീർച്ചയായി തരും. അള്ളാഹു ഫൈഹക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനൊടുക്കുക എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.